പരിശുദ്ധ അറഫയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിശേഷങ്ങൾ കാണാം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി എത്തുന്ന ഹാജിമാർ സംഗമിക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഭൂമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ജബലുർ റഹ്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അവസാന വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഈ അറഫ മൈതാനിയിൽ വെച്ചാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണുന്നു, അറഫ ദിനത്തേക്കാൾ തൻ്റെ അടിമകളെ അള്ളാഹു മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസം ഇല്ല. അറഫക്ക് അറഫ എന്ന പേര് വരാൻ കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ആറഫ്തു മനസ്സിലായോ എന്ന് പറയുമ്പോൾ ആറഫ്ത് അത് എനിക്ക് മനസ്സിലായി എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതായും, അതുപോലെ മറ്റൊരു ചരിത്രമുള്ളത് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് ഇറക്കിയതിനു ശേഷം അവർ ഭൂമിയിൽ വെച്ച് കണ്ടത് ഇവിടെ വെച്ചാണെന്നും പറയപ്പെടുന്നു. അറഫയുടെ പൂർണ്ണമായ രൂപം ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അവസാന വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തിനു മുന്നിൽ നൽകിയ സൂക്തം വിവരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ശ്രേഷ്ഠതയ്ക്കടിസ്ഥാനം ജീവിതത്തിലുള്ള സൂക്ഷ്മതയത്രേ.